ഇപ്പോഴും കുറേ പേർക്ക് പുഷപ്പ് അടിക്കാൻ അറിയില്ല. അപ്പൊ നമുക്ക് ഈ പുഷപ്പ് 4 സ്റ്റെപ്പ് വഴി നമുക്ക് എന്താ പുഷപ്പ് പഠിക്കാം. അതുപോലെ തന്നെ പുഷപ്പ് ചെയ്യുന്ന രീതിയിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റത്തെ എക്സസൈസ് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫില്ലറോ അല്ലെങ്കിൽ ഒരു ചുമര് എന്തെങ്കിലും മാറ്റിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചുമരിനൊപ്പം ചേർന്ന് നിൽക്കുക, കാലൊപ്പം ചേർത്ത് വയ്ക്കുക, ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈ നേരെ ഇതിലോട്ട് ചാരി വെച്ച ശേഷം കണ്ടോ പതുക്കെ സ്ലോ ആയിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ പുഷപ്പ് ചെയ്യാം കണ്ടോ, പതുക്കെ താഴെ പ്രസ് ചെയ്യുക. ഇത് 10 വെച്ചിട്ട് 4 റൗണ്ടുകൾ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, താഴെ നിന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, കൈ കറക്റ്റായി പിടിക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് അവിടെ നിന്ന് 2 സ്റ്റെപ്പ് 1 2 സ്റ്റെപ്പ് ഇടുക, ചെസ്റ്റ് നോർത്തി പിടിക്കുക, സ്ലോ ആയിട്ട് ഇറങ്ങുക കണ്ടോ, ഫുള്ളായി പ്രസ് ചെയ്യുക കണ്ടോ, സ്ലോ ആയിട്ട് ഇറങ്ങുക, ഫുള്ളായി പ്രസ് ചെയ്യുക. ഇത് 10 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യുക. ഈ കുറച്ചും കൂടി നമ്മൾ ചെരിഞ്ഞിട രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, മൂന്നാം സ്റ്റെപ്പ് ഒന്നും കൂടി നമ്മൾ താഴ്ന്ന ലെവലിൽ കണ്ടോ, ഒരു ബെഞ്ച് എടുക്കുക, കാല് പുറകിലോട്ട് വെക്കുക, ചെസ്റ്റ് നോർത്തി പിടിക്കുക, സ്ലോ ആയിട്ട് കൊണ്ടുവരിക, പ്രസ് ചെയ്യുക കണ്ടോ, സ്ലോ ആയിട്ട് ഇറക്കുക, പ്രസ് ചെയ്യുക. കാലിലെ മുട്ട് സ്റ്റഡി ആയിട്ട് തന്നെ പിടിക്കണം, കാലിലെ കുതിങ്ങനെ പൊന്തി നിൽക്കണം കേട്ടോ. ഇതും 4 റൗണ്ട് 10 ചെയ്യുക കേട്ടോ. നാലാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വെച്ചാൽ നമ്മൾ നിലത്ത് നിൽക്കുക. നിലത്ത് നിന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ മുട്ട് കാണാം, മുട്ട് നിലത്ത് പതിച്ച് വെക്കുക, ഇങ്ങനെ പതിച്ച് വെക്കുക. ഒരു കാലിടാം, 10 നേരെ നോക്കി വെക്കുക. കൈ നമ്മൾ ചെസ്റ്റിന് തയ്യാറെ പിടിക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. കൈ പതുക്കെ നമ്മൾ താഴെ മുകളിലോട്ട് പോകും കണ്ടോ, പതുക്കെ താഴെ മുകളിലോട്ട്. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം നമ്മുടെ കാലിന്റെ മുട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ പതുക്കെ താഴ്ന്നാൽ മതി, നമുക്ക് അത്ര വെയിറ്റ് കിട്ടില്ല, മുകളിലോട്ട് പോകുക. ഇതും 4 റൗണ്ട് 10 ചെയ്യാം. നമ്മൾ ഫൈനലായിട്ടുള്ള പുഷപ്പ് എങ്ങനെയെന്നും കറക്റ്റ് ഫോം എങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതുപോലെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈ രണ്ടും കറക്റ്റ് നമ്മുടെ ഷോൾഡർ താഴെ തന്നെ വെക്കുക. ഷോൾഡർ താഴെ നേരെ വെച്ച ശേഷം ചെയ്യുക, നമ്മളിങ്ങനെ നേരെ വയ്ക്കുക. അപ്പോൾ ഇത് ചിലർക്ക് ഡൗട്ട്, ഷോൾഡർ വിത്ത് സൗണ്ട് വെക്കാൻ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ ഉണ്ടാവും, ഈ കൈ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വിരൽ ഇങ്ങനെ വൈഡാക്കി എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആംഗിൾ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാല് ബാക്കിലോട്ട് വെക്കുക. ബാക്കിലോട്ട് വെക്കുമ്പോൾ കാല് ചേർത്ത് വെക്കുക, കുറച്ച് വൈഡാക്കി വെക്കുക. നമ്മൾ പുറകിലോട്ട് നിൽക്കാതെ നേരെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക, വയറ് മസിൽ ടൈറ്റായി പിടിച്ച് നമ്മൾ പതുക്കെ താഴെ കണ്ടോ, പതുക്കെ താഴെ കണ്ടോ, മുകളിലോട്ട് സ്പീഡിൽ പ്രസ് ചെയ്യുക കണ്ടോ, പതുക്കെ താഴെ മുകളിലോട്ട് പ്രസ് ചെയ്യുക. അപ്പൊ ഇതാണ് കറക്റ്റ് പുഷപ്പിന്റെ രീതി. ഇത് നമ്മൾ പതുക്കെ 4 സ്റ്റെപ്പ് പോകാനെ ഇത് ചെയ്യുക, കറക്റ്റായി ചെയ്യുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ.